വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് മറ്റന്നാൾ നടക്കും. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി.എൻ. വാസവൻ അതോടൊപ്പം തന്നെ മന്ത്രി ജി.ആർ. അനിൽ ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. രാജ്യത്തിന്റെ അഭിമാന നിമിഷത്തിനാണ് സാക്ഷിയാകാൻ പോകുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, മന്ത്രി ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നേരത്തെയാകും, വരുമാനവും നേരത്തെ ലഭിച്ചു തുടങ്ങും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യത്തെക്കുറിച്ചടക്കം മന്ത്രി വിശദമായി തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്താണ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, കമ്മീഷനിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി? തീർച്ചയായും സിജു, ഏതായാലും കേരളത്തിന്റെ അഭിമാന നിമിഷം തന്നെയാണ് മെയ് 2 എന്ന് പറയുന്നത്. കാരണം വലിയ തോതിലുള്ള പ്രയത്നം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അതിൽ LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രയത്നം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത്രത്തോളം ഇച്ഛാശക്തിയോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയത്. കാരണം ഈ പദ്ധതിക്ക് തുടക്കമാകുന്നത് 96-ൽ നായനാർ സർക്കാരിന്റെ കാലത്താണെങ്കിൽ പോലും ഓരോ ഘട്ടങ്ങളിലായി സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ ഇതിന്റെ ഓരോ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്നു. ഏറ്റവും ഒടുവിലായി ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കരാർ അടക്കമുണ്ടാക്കിയിരുന്നു. പക്ഷേ ആ കരാറിൻ്റെ വ്യവസ്ഥകളോട് LDF-ന് വിയോജിപ്പായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രതിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തറക്കല്ലിടൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊരു പ്രവൃത്തിയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. പക്ഷേ അതിനുശേഷം 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ പദ്ധതി സർക്കാർ കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ മാറ്റം വരുത്തുന്നു. അടിസ്ഥാന കരാറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പിന്നീട് മഹാമാരികൾ വന്നു, സമരം വന്നു. അങ്ങനെ പല ഘട്ടങ്ങളിലും പല വെല്ലുവിളികളും വന്നപ്പോൾ അതിനെ അതിജീവിച്ച് തന്നെയാണ് ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതും. 2024 ഏപ്രിലിൽ ട്രയൽ റണ്ണിന് തുടക്കമാകുന്നു. അതിനുശേഷം ഡിസംബറിൽ കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ആ രീതിയിൽ ഇതുവരെയായി ഏകദേശം 570ഓളം കപ്പലുകൾ, വൻകിട ചരക്ക് കപ്പലുകൾ അടക്കം ഇവിടെ വിഴിഞ്ഞത്ത് എത്തി എന്നുള്ള കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ചും ദുബായിലും കൊളംബോയിലും പോലും എത്താത്ത MSCയുടെ വൻകിട ചരക്ക് കപ്പലുകളാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളത് വിഴിഞ്ഞത്തിൻ്റെ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷനിങ്ങിന് മുന്നോടിയായി ഇത്രത്തോളം വലിയ നേട്ടം വിഴിഞ്ഞം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്മീഷനിങ് കൂടി കഴിയുമ്പോൾ മെയ് 2 രാവിലെ 11 മണിക്കാണ് പ്രധാനമന്ത്രി കമ്മീഷനിങ്ങിലൂടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് BGF അടക്കം അനുകൂല നിലപാടുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സംസ്ഥാനം എല്ലാ രീതിയിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിലും മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കുന്നത്. ഇനിയിപ്പോൾ 2028-ൽ അതിന്റെ 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അതിലൂടെ വേഗത്തിൽ ആ പദ്ധതി പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ വരുമാനം സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വാദങ്ങൾക്കുള്ള മറുപടി കൂടി മന്ത്രി കൃത്യമായി തന്നെ നൽകുന്നു. സർക്കാരിന്റെ വാർഷികം 4ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയെ സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു ഉദ്ഘാടനമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിൽ എന്താണ് തെറ്റ് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ ക്ഷണിച്ചില്ല എന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ഇതിൽ സംസ്ഥാനം കൃത്യമായ രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയിരുന്നു. അതിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇപ്പോൾ വേദിയിൽ ഇരിക്കേണ്ടവരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ പേര് ഉൾപ്പെടുത്തി തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും വന്നിട്ടുള്ളത്. പക്ഷേ ആരൊക്കെയാണ് ഒരു കാര്യം കൂടി, ഇത് ഇന്നിപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചിരുന്നു, തുറമുഖം സന്ദർശിക്കുകയും കുടുംബത്തോടൊപ്പം പോവുകയും ചെയ്തിരുന്നു. അതൊരു ഔദ്യോഗിക സന്ദർശനമല്ല എന്ന് പല ആവർത്തി മുഖ്യമന്ത്രി അടക്കം അതോടൊപ്പം തന്നെ മന്ത്രി അടക്കം പറയുകയും, ഇന്ന് പക്ഷേ ചില മാധ്യമങ്ങൾ കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ സംബന്ധിച്ച് കൃത്യമായ മറുപടി തുറമുഖ മന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഏതായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ പോലും വിവാദത്തിലാക്കാനുള്ളൊരു നീക്കം തന്നെയാണ് പല മാധ്യമങ്ങളും നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് ഒരിക്കലും ഒരു ഔദ്യോഗിക യോഗമായിരുന്നില്ല. അത്തരത്തിലൊരു ഔദ്യോഗിക യോഗം അവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എത്തുകയാണെങ്കിൽ പോലും നിങ്ങൾക്കും അവിടെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും. പക്ഷേ അതിനെ അപ്പുറത്തേക്ക് ഇതിനെ വിവാദത്തിലാക്കാൻ മാത്രമാണ് ചിലർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് മാത്രമാണ് വിവാദം, ഞങ്ങൾക്കല്ല ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ വിവാദമുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്തിൻ്റെ കമ്മീഷനിങ് മറ്റന്നാൾ നടക്കും. പ്രധാനമന്ത്രി വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് അല്പം മുമ്പ് മന്ത്രി വി.എൻ. വാസവൻ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു.